ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെരി പെരി റൈസാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി, 2 സവാള, ഒരു ക്യാപ്സിക്കം എന്നിവ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതിലേക്ക് പച്ചമുളകും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് വറ്റൽമുളകും, മുളക് പൊടി, പിന്നെ ഇടേണ്ടത് നമ്മുടെ റോസ്മേരി ആണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ചിക്കൻ കഴുകി അതിലേക്ക് ഈ അരച്ച് വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് ആ പാനിലേക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷം ആ അരച്ച് വെച്ച പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ബേ ലീഫും, പട്ട, പിന്നെ ഒരു മാഗി ക്യൂബും ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് ബസ്മതി റൈസാണ്. അത് 1 മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ശേഷം അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ കുക്ക് ചെയ്യാം. പിന്നെ വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾക്ക് ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടിയും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിന് വേറെ ഒന്നും ചേർക്കണ്ടില്ല. ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ റൈസ് ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള റൈസാണ് കേട്ടോ. ഇതിലെ ചിക്കൻ ആയാലും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.